ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളേ. അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാലൻസ് ആണ് പറയുന്നത്. അപ്പോൾ ആ വിശേഷം കേൾക്കാത്തവരുണ്ടെങ്കിൽ ഇന്നത്തെ വിശേഷം കേൾക്കാനായിട്ട് നമ്മുടെ ചാനലിൽ തന്നെ നോക്കിയാൽ മതി കേട്ടോ. നമ്മുടെ ഈ വീഡിയോയുടെ അടിയിലായിട്ട് നയനയുടെയും ആദർശിൻ്റെയും കഥയാണ്, അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് കിടപ്പുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ് ബോറാക്കുന്നില്ല, നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ ഏതായാലും നമ്മുടെ ശ്രുതി രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. പെട്ടില്ല എന്നൊരവസ്ഥയായി പോയി. ഏതായാലും പാവ ഒരു അമ്മയുടെ അവസ്ഥ ഓർക്കണം നിങ്ങൾ. കമലയുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വല്ലാത്തൊരവസ്ഥ തന്നെയാണ്. സ്വന്തം അമ്മ മരിച്ചു പോയി എന്ന്, അതും ജീവനോടിരിക്കുന്ന അമ്മയുടെ മുമ്പിൽ വെച്ച് തന്നെ ആ അമ്മ മരിച്ചു പോയി എന്ന് മകളോട് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്ന അമ്മായി അമ്മ. ഇത് കണ്ടിട്ട് സഹിക്കാനാകാതെ കണ്ണൊക്കെ നിറഞ്ഞൊലിക്കുകയാണ്. ഏതായാലും ഈ സമയം നമ്മുടെ ചന്ദ്രനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒഴിവാക്കി വിട്ടു ശ്രുതി. അത് കഴിയുമ്പോഴത്തേക്കുമാണ് കമല ഇങ്ങനെ പറയുന്നത്, എന്താ മോളെ ഇത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നീ എന്തിനു ഇങ്ങനെയൊക്കെ പറഞ്ഞ് പിടിപ്പിച്ചത്? നിനക്ക് അമ്മയില്ല എന്ന് നിനക്ക് പറഞ്ഞാൽ പോരായിരുന്നു? നീ എന്തിനാ നിന്റെ അമ്മ മരിച്ചു പോയി എന്ന് പറഞ്ഞത്? അപ്പം ഇത് കേട്ട ഉടനെ പിന്നെ ഞാൻ എന്താ പറയേണ്ടത്? അമ്മയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മേനെ കൊണ്ട് കാണിക്കാൻ പറയും. എനിക്ക് കൊണ്ട് കാണിക്കാൻ പറ്റുമോ? അതുമാത്രമല്ല, അച്ഛനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പം അച്ഛനെ ഞാൻ കൊണ്ടുവരേണ്ട ഒരവസ്ഥയാണ്. ആ ഒരവസ്ഥയെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും അമ്മയും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അമ്മേനെയും പിന്നെ ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വരണ്ടേ? എൻ്റെ അവസ്ഥ പറഞ്ഞാൽ, സത്യം പറഞ്ഞാലേ അമ്മയ്ക്ക് മനസ്സിലാവില്ല. ഈ പോയ സ്ത്രീയില്ലേ, ഇപ്പം ആരാ സൈസ് എന്നറിയാമോ? ആദ്യമൊക്കെ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. ഇപ്പം പതിയെ മുഖഭാവമൊക്കെ അങ്ങ് മാറാൻ തുടങ്ങി. ഇപ്പം വേറൊന്നുമല്ല എന്നോട് പറയുന്നത്, ചെയ്യണം ചെയ്യണം ചെയ്യണം. നേരത്തെ ചെയ്യാമോ എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ ഇപ്പം ചെയ്യണം, നീ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞ് ആജ്ഞാപിക്കുക. അവരുടെ മുമ്പിൽ ഓരോ ദിവസവും പേടിച്ചാണ് ഞാൻ ജീവിക്കുന്നത്. അതാ അമ്മയോട് ഞാൻ പറഞ്ഞത്, ദയവ് ചെയ്ത് ഇങ്ങോട്ട് ഇനി വരരുത്. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ മീരേനെ വിളിച്ചു പറയുകയോ അല്ലെങ്കിൽ എന്നെ വിളിക്കുകയോ ചെയ്താൽ മാത്രം മതി. വേറെ ഒന്നും അമ്മയ്ക്ക് തോന്നരുത്. ഇതെൻ്റെ ജീവിത പ്രശ്നമാണ് മോളെ. ഞാൻ നിന്നെ ശല്യപ്പെടുത്താനോ നിന്നെ ഉപദ്രവിക്കാനോ ഒന്നും അല്ലല്ലോ വന്നത്. പൈസ കൊണ്ട് തരാനല്ലേ. അതല്ലേ അമ്മേ ഞാൻ പറഞ്ഞത്. പൈസ ഞാൻ മീരയുടെ കയ്യിൽ ഏൽപ്പിച്ചേനെ. അമ്മ പൈസ മീരയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ മതിയായിരുന്നു. മീരയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്താൽ പോരായിരുന്നോ? ഇനിയിപ്പോൾ ഏതായാലും ഇത്രയൊക്കെ ആയി. എത്രയും പെട്ടെന്ന് അമ്മ ഇവിടുന്ന് പോക്കോ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല. അമ്മ എന്നെ അനുഗ്രഹിക്കണം. ഈ അനുഗ്രഹം എപ്പോഴും മോളുടെ കൂടെ ഉണ്ടല്ലോ. ഈ അമ്മ മോളെ ഇന്നു വരെ അനുഗ്രഹിച്ചിട്ടേ ഉള്ളൂ, ഒരിക്കലും അനുഗ്രഹിക്കാതിരുന്നിട്ടില്ല. മോളുടെ ഈ ജീവിതം നല്ല രീതിയിൽ പോകണമെന്ന് തന്നെയാണ് ഈ അമ്മ ആഗ്രഹിക്കുന്നത്. പിന്നെ ആദിമോൻ്റെ കാര്യം ഓർത്ത് നീ വിഷമിക്കുക വേണ്ട. അവൻ്റെ കൂടെ ഞാൻ ഉള്ളിടത്തോളം കാലം അവനൊരു കുഴപ്പം ഉണ്ടാവില്ല. പിന്നെ ഞാൻ ഇല്ലെന്ന് വന്നാൽ അവനെ കൈയൊഴിയരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കമല പോവും അവിടെ നിന്ന്. വളരെ സങ്കടത്തോടു കൂടി തന്നെയാണ് കമല പോകുന്നത്. ഇങ്ങനെയുള്ള മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ എന്തല്ലേ ചെയ്യുക? ഓരോ അമ്മമാരുടെ സമാധാനം നഷ്ടപ്പെടുന്ന ഓരോരോ വഴികളെ പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല, പിറ്റേ ദിവസമായി താലിമാറ്റൽ ചടങ്ങിനുള്ള എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മഹിമേനെയും മഹിമയുടെ കെട്ടിയോനെയാണ് കാണിക്കുന്നത്, അതായത് വർഷയുടെ അമ്മയും അച്ഛനും. അങ്ങനെ ആ ഒരു മണ്ഡപത്തിൽ, ഈ താലിമാറ്റൽ ചടങ്ങിൽ ഒരു മണ്ഡപം ഉണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേഡിയത്തിൽ, ആ ഒരു മണ്ഡപത്തിൽ എല്ലാം ഇങ്ങനെ ഒരുക്കി വളരെ മനോഹരമായി ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും പെട്ടെന്ന് വർഷയുടെ അച്ഛൻ ചോദിച്ചു, ഇത് എന്തു പറ്റി മഹിമ? അവരെയൊന്നും കാണുന്നില്ലല്ലോ. അത് പിന്നെ അവരൊക്കെ ഇപ്പം വരുമായിരിക്കുന്നേ. അവരൊക്കെ വരുമായിരിക്കും. അല്ല, നീ ഉദ്ദേശിച്ച ആൾ വരുമോ? ആര്? ആ സച്ചിയോ? പിന്നെ അവൻ വരാതെ? അവനാണല്ലോ ഇന്നത്തെ ഇവിടുത്തെ പ്രധാന അതിഥി. അവൻ വരണം. അവൻ വന്നാലല്ലേ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി അവനവൻ്റെ കുടുംബത്തെ നാണം കെടുത്തണം. അവൻ്റെ കുടുംബത്തിലെ ഓരോരുത്തരും പറയണം, അവൻ കാരണമാണ് ഇന്നിവിടെ പ്രശ്നം ഉണ്ടാക്കിയത് എന്ന്. അങ്ങനെ നാണം കെടണം ആ കുടുംബം. എന്നിട്ട് നമ്മുടെ മോളെയും മരുമകനെയും കൂട്ടിക്കൊണ്ട് നമ്മൾ വീട്ടിൽ പോകും. അതാ ഇന്നിവിടെ സംഭവിക്കാൻ പോകുന്നത്. നോക്കിക്കോ ഏട്ടാ, അത് തന്നെ ആയിരിക്കും. അപ്പോഴത്തേക്കും വേറെ കുറേ പേരൊക്കെ വരികയാണ്. അവരെയൊക്കെ വരൂ, കയറി വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ സ്വീകരിക്കുകയാണ് നിന്ന്. ഇതേ സമയത്താണ് പെട്ടെന്ന് ആ ഒരു സ്റ്റേഡിയത്തിൻ്റെ മുമ്പിലെ 2 കാറ് വന്ന് നിൽക്കുന്നത്. ഒരെണ്ണം നമ്മുടെ സച്ചിയുടെ കാറും ഒരെണ്ണം നമ്മുടെ മഹേഷിൻ്റെ കാറും. ആ കാറിനകത്ത് നിന്ന്, അതായത് സച്ചിയുടെ കാറിനകത്ത് നിന്ന് സച്ചി രേവതി ഇറങ്ങുന്നു. പിന്നെ നമ്മുടെ മഹേഷിൻ്റെ കാറിനകത്ത് നിന്ന് ചന്ദ്രയും രവീന്ദ്രനും
അതുപോലെ തന്നെ വർഷയും ശ്രീകാന്തും ശ്രുതിയും ഒക്കെ ഇറങ്ങി വരികയാണ്. അപ്പോൾ ഇവരിറങ്ങി വരുന്നു. കല്യാണ മണ്ഡപം അല്ല, താലിമാറ്റൽ ചടങ്ങ് നടത്തുന്ന ആ ഒരു മണ്ഡപം അത് കണ്ടപ്പോൾ തന്നെ, ആ ഒരു സ്റ്റേഡിയം കണ്ടപ്പോൾ തന്നെ സത്യം പറഞ്ഞ ചന്ദ്രയുടെ കിളി പോയിട്ടോ. അയ്യോ, താലിമാറ്റൽ ചടങ്ങിന് ഇത്രയും വലിയ സജ്ജീകരണമാണെങ്കിൽ കല്യാണം വെച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും അല്ലേ രവിയേട്ടാ? ഇതൊക്കെ ആഡംബരം, പിന്നല്ലാതെ എന്താ പറയുക. പൈസ കയ്യിലുള്ളവർക്ക് എന്തും കാണിക്കാമല്ലോ. പിന്നെ പൈസ കയ്യിലുള്ളവർക്ക് എന്തും കാണിക്കാം. എൻ്റെ ശ്രീകാന്ത് പിടിച്ചത് ഏതായാലും പുളിങ്കൊമ്പത്ത് തന്നെയാ. അതുകൊണ്ടാണല്ലോ ഇപ്പം ഇതൊക്കെ. എൻ്റെ ആൾക്കാരൊക്കെ വന്ന് ഇതൊക്കെ കാണണം. ഈ ചന്ദ്രമതി ഒരു കോടീശ്വരിയായി എന്നറിയണം. നിക്ക് നീ നിലത്ത് നിൽക്കെൻ്റെ ചന്ദ്രൻ. നീ വന്ന ഉടനെ നീ പൊങ്ങി പോകരുതേ. നീ ഇപ്പം നിലത്ത് നിൽക്കാൻ നോക്ക്. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് ശ്രുതിയും വർഷയും ഒക്കെ ഇറങ്ങുന്നത്. ശ്രുതിക്കും ഇത് കണ്ടിട്ട് കിളി പോയിട്ട്, എൻ്റെ ദൈവമേ, എൻ്റെ ഈശ്വര, ഇതെന്താ ഇത്രയും വലിയ കല്യാണ മണ്ഡപോ, താലിമാറ്റൽ ചടങ്ങ് മണ്ഡപോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിച്ചിട്ട് പേടിച്ച് വിറച്ചാണ് ഇറങ്ങുന്നത്. ശ്രുതിയുടെ മുഖത്ത് തന്നെ മൊത്തം ഒരു പരിഭ്രമവും എന്താ പറയുക, ഒരു വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ട്. അപ്പം പെട്ടെന്ന് ചന്ദ്ര ചോദിച്ചു, എന്ത് പറ്റി മോളെ ഒരു സന്തോഷമില്ലാത്തത്? എന്താ ശ്രുതി നിനക്ക് പറ്റിയത്? അല്ല, നിന്റെ അച്ഛൻ വിളിച്ചായിരുന്നല്ലോ അല്ലേ? അച്ഛൻ വരുമല്ലോ, ഇതുവരെ നിന്റെ അച്ഛനെ കണ്ടില്ലല്ലോ. അത് പിന്നെ ആൻറ്റി, അച്ഛൻ വരും. അച്ഛൻ എന്നെ വിളിച്ചായിരുന്നു. അച്ഛന് ഫ്ലൈറ്റിലൊക്കെ കയറിയെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞത്. കയറിയപ്പം വിളിച്ചായിരുന്നു. അപ്പോഴത്തേക്കാണ് ഭാമ പറഞ്ഞത്, എൻ്റെ പൊന്നു ചന്ദ്രേ, അയാൾ ഇങ്ങ് എത്തിക്കോളൂന്നേ, നീ എന്തിനാ സങ്കടപ്പെടുന്നത്? ബസ് പോലും കറക്റ്റ് സമയത്തിന് വരില്ല. പിന്നെയല്ലേ ഈ ഫ്ലൈറ്റ് കറക്റ്റ് സമയത്തിന് എത്തത്തില്ല. അത് നിനക്ക് അറിയത്തില്ല എന്നിട്ടാ. ചിലപ്പോൾ അരമണിക്കൂറോ 5 മിനിറ്റോ 1/4 മണിക്കൂറോ ഒക്കെ ലേറ്റ് ആകും. അത് സ്വാഭാവികമാണ് ചന്ദ്രേ. നീ എന്തിനാ ഈ പരവശപ്പെടുന്നത്? നീ സമാധാനമായിട്ട് ഇരിക്കുക. നിന്റെ മോൻ്റെ അമ്മായിയച്ഛൻ വന്നിരിക്കും, നോക്കിക്കോ എന്നൊക്കെ ഇങ്ങനെ ഭാമ പറയുന്നുണ്ട്. അപ്പം ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കുക. മലേഷ്യയിൽ നിന്ന് നിങ്ങൾ വരുന്ന ഇറങ്ങുമല്ലോ. മലേഷ്യയിൽ നിന്ന് വന്ന് ഇറങ്ങുമ്പോഴത്തേക്കും പറയാമല്ലോ തൻ്റെ മരുമകളുടെ അച്ഛൻ മലേഷ്യയിലാണെന്നോ. അങ്ങനെ ആകെ മൊത്തം എല്ലാം നോക്കി കാണാണ്. ഈ സമയത്താണ് നമ്മുടെ മഹിമയുടെ ഭർത്താവും കൂടി അവിടെ നിൽക്കുന്നു. ഇവരകത്തേക്ക് കയറി വരുന്നു. ഇവരെ കയറി ചെന്ന ഉടനെ തന്നെ, രവീന്ദ്ര കയറി വാ എന്നിങ്ങനെ ഒരു ഭീഷണിയുടെ സ്വരത്തിലോ ഒരു എന്താ പറയുക, ഒരു ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ വിളിക്കുകയാണ് നമ്മുടെ വർഷയുടെ അച്ഛൻ. അപ്പം പെട്ടെന്ന് മഹിമ ഇങ്ങനെ വർഷയുടെ അച്ഛനെ ഒന്ന് നോക്കിയിട്ട് എന്താ ഇതെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന്, അത് പിന്നെ രവീന്ദ്ര കയറി വരാനാണ് ഞാൻ പറഞ്ഞു, കയറി വന്നിരിക്കുക എന്നിങ്ങനെ സാവധാനത്തിലാക്കി. അപ്പോൾ നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയും ഒക്കെ അങ്ങ് കയറി ചെല്ലുകയാണ്. ശ്രുതിയും വർഷയും ഒക്കെ അങ്ങ് കയറി ചെന്ന ഉടനെ ശ്രുതിയോട് ആദ്യം തന്നെ നമ്മുടെ മഹിമ ചോദിക്കുന്നത്, അല്ല മോളുടെ വീട്ടുകാരൊക്കെ വന്നോ? അത് പിന്നെ എൻ്റെ വീട്ടുകാരെന്ന് പറയാൻ എൻ്റെ അച്ഛനും ഇളയച്ഛനും ഇളയമ്മയൊക്കെ വരുമായിരിക്കുന്നോ? അവർ വരും. അവരെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ എന്നെ വിളിച്ചായിരുന്നു. ഇവിടെ എത്താറായിട്ടുണ്ട്. എങ്കിൽ പിന്നെ മോളുടെ റൂം അതാ. മോളെ വർഷേ, നിൻ്റെ റൂം അതാണ് കേട്ടോ. ശ്രുതി, നിൻ്റെ റൂം അതാണ് എന്ന് പറഞ്ഞ് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് റൂമൊക്കെ ഇങ്ങനെ മഹിമ കാണിച്ചു കൊടുക്കുക. പിന്നെ കയറി വരുന്ന വരവിൽ നമ്മുടെ സച്ചിയും രേവതിയാണ്. അങ്ങനെ രേവതിനെയും കണ്ടതും നമ്മുടെ മഹിമയിൽ നിന്നിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ. ഏതായാലും രണ്ടുപേരും ഉണ്ടല്ലോ. അപ്പോഴത്തേക്കും തന്നെ നമ്മുടെ മഹിമയുടെ കെട്ടിയവന് സച്ചിനെ കണ്ടതും ഇങ്ങനെ ധരിച്ചു കയറാൻ തുടങ്ങി. രണ്ടുപേരും ശത്രുക്കളാണല്ലോ. അന്ന് കാരണക്കുറ്റി നോക്കി പറഞ്ഞ സച്ചി കൊടുക്കുകയും ചെയ്തു. അപ്പം സച്ചി ഇങ്ങനെ സ്ലോ മോഷനിൽ ഇങ്ങനെ കയറി വരികയാണ്. കയറി ഇങ്ങനെ വന്നിട്ട് കൈ എടുത്തിട്ടുണ്ടല്ലോ, ഇങ്ങനെ അങ്ങ് കാണിച്ചു. അപ്പം പെട്ടെന്ന് കൈ ഇങ്ങ് പൊക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എന്നാ ഓർത്തത്, അല്ല അടിക്കാന്നാ ഓർത്തത്. രേവതി സഹിതം പേടിച്ചു പോയിട്ടോ. അപ്പോഴത്തേക്കും മഹിമ പറഞ്ഞു, കയറി വാ രേവതി മോളെ, കയറി വാന്ന് പറഞ്ഞപ്പോഴത്തേക്കും കയറി വരാമെന്ന് പറഞ്ഞ് ഇവരങ്ങ് കയറി അങ്ങ് പോയിട്ടോ. നമസ്കാരം കൊടുത്തിട്ട് അങ്ങ് പോയി. മിണ്ടിയൊന്നുമില്ല. സച്ചി സിബ് ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ രേവതി പറഞ്ഞ് ഈ സിബ് തുറക്കുകയോ ചെയ്തേക്കരുത്. നിങ്ങളുടെ വണ്ടി എവിടെ നിന്നാണ് സ്റ്റാർട്ടായത്? നമ്മുടെ വീട്ടിൽ നിന്നല്ലേ. അപ്പോൾ വീട്ടിൽ നിന്ന് സ്റ്റാർട്ടായി ഇവിടെ വന്നപ്പോൾ നമ്മൾ ഓഫാക്കി. അതുപോലെ ആയിരിക്കണം നിങ്ങൾ ഇനി വണ്ടി സ്റ്റാർട്ടാക്കുന്ന എപ്പോഴാണോ അപ്പം നിങ്ങളുടെ വാ തുറന്നാൽ മതി. അത്ര നേരം നിങ്ങളുടെ വാ തുറക്കരുത്, ദയവ് ചെയ്ത് സച്ചി ഏട്ടാ എന്നൊക്കെ പറഞ്ഞു. സച്ചി ആണെങ്കിൽ ഇല്ല, ഞാൻ വാ തുറക്കൂല എന്ന് പറയുക പോലും ചെയ്തില്ല. ഇങ്ങനെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ സച്ചി അവിടെ എല്ലാവരും വരുമ്പോൾ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ കമാന്നൊരക്ഷരം മിണ്ടുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മീര എത്തുകയാണ്. അപ്പം മീര എത്തി കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ശ്രുതിക്കൊരു ആശ്വാസമായത്. ശ്രുതി പറഞ്ഞു, മീരെ നീ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടോ? വരേണ്ടവരോടൊക്കെ വരാൻ പറഞ്ഞിട്ടില്ലേ? എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്, നീ പേടിക്കണ്ടടി. സത്യം പറഞ്ഞ എനിക്ക് പേടിയാവുക മീരെ. അന്ന് ആ കല്യാണ ദിവസം ഞാൻ പേടിച്ചില്ലേ, അതിനേക്കാൾ ഏറെ പേടിയാ എനിക്കിപ്പോൾ തോന്നുന്നത്. അന്ന് കല്യാണം മുടങ്ങിയായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഒന്നുമില്ലായിരുന്നു.
ഓ ഇതിപ്പം മനുഷ്യൻ വല്ലാണ്ടങ്ങ് പരവശപ്പെട്ടിരിക്കുക. എനിക്ക് അങ്ങോട്ട് നീങ്ങാനോ ഇങ്ങോട്ട് നീങ്ങാനോ ഒന്നും പറ്റുന്നില്ല. എടി, നിന്റെ മുഖം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാവും കേട്ടോ നിനക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന്. അതുകൊണ്ട് നീ ഇപ്പം സമാധാനമായിട്ടിരിക്കും. ഞാൻ പറഞ്ഞില്ല എല്ലാം സെറ്റാക്കിയിട്ടുണ്ടെന്ന്. ഞാൻ വിചാരിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ ആകെ കുളമായി പോകും. ഓ അവര് വരുമായിരിക്കും അല്ലേ. അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ ശ്രുതി കയറി വന്നിട്ട്, നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? ആര് വരുമായിരിക്കുമല്ലേ? എവര് വരുമായിരിക്കുമല്ലേ? അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് നമ്മുടെ മീര പറഞ്ഞത്, അത് പിന്നെ ശ്രുതിയുടെ അച്ഛൻ ശ്രുതിയുടെ അച്ഛൻ വരുന്നതിന് അവർ എന്ന് പറഞ്ഞ അതിന് ഹേയ്, ഞാൻ അവർ എന്നല്ല പറഞ്ഞത്, അവർ എന്നാ ഉദ്ദേശിച്ചത്. എവര്? അപ്പോൾ ഒത്തിരി പേര് വരുന്നുണ്ടോ? അല്ല, ശ്രുതിയുടെ അച്ഛനും ഇളയച്ഛനും ഒക്കെ കാണുമായിരിക്കും. അപ്പം അവർ ആയല്ലോ. അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ് മീര. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ഏതായാലും എൻ്റെ അമ്മായിയച്ഛനെ ഇന്ന് ഞാൻ ആദ്യമായിട്ട് കാണുകയല്ലേ, അടിപൊളിയായിട്ട് ഒരുങ്ങണം. ഏതായാലും നല്ല ലുക്കിൽ തന്നെ ഒരുങ്ങണം. കാണുമ്പോൾ തന്നെ നിന്റെ അച്ഛൻ എന്നെ അങ്ങോട്ട് ബോധിക്കണം. അപ്പോഴത്തേക്ക് പെട്ടെന്ന് മീര പറഞ്ഞു, അല്ലെങ്കിലും പിന്നെ ശ്രുതിയേട്ടനെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്രുതിയുടെ അച്ഛനും ബോധിക്കില്ലേ? അത്രയ്ക്കും ജെന്റിൽമാൻ അല്ലേ, സ്മാർട്ടല്ലേ? ആണോ മീരെ? ഞാൻ സ്മാർട്ടാണോ? പിന്നില്ലേ, ദേ ഇപ്പൊ ശ്രുതിയേട്ടനെ കണ്ടാൽ തന്നെ ശ്രുതിയേട്ടനെ നെറ്റിയിൽ എഴുതി വെച്ചിട്ടുണ്ട് 3 ഡിഗ്രി അല്ല, ഒരു 5-6 ഡിഗ്രി എടുത്ത ആളാണെന്ന്. ആണോ? അങ്ങനെ തോന്നുവോ? അങ്ങനെ തോന്നൂന്നേ. സത്യത്തിലേ നിങ്ങൾ 3 പേരിലും ഉണ്ടല്ലോ ശ്രുതിയേട്ടന ഏറ്റവും സൂപ്പർ. അതെ, ഒരു എന്താ പറയുക, ഒരു തമിഴല്ല, ഒരു ഹിന്ദി ഹീറോയുടെ ഒക്കെ ഒരു ലുക്കുണ്ട്. ഇപ്പം ശ്രുതിയേട്ടനെ കാണുവാണെങ്കിൽ ഇത്രയും കേട്ടപ്പോൾ തന്നെ ശ്രുതി വല്ലാണ്ടങ്ങ് പൊങ്ങിപ്പോയിട്ടോ. പിന്നെ നമ്മുടെ ശ്രുതി ഒന്നും ചോദിക്കാനും പറയാനും നിന്നില്ല. ആണല്ലേ എന്നും പറഞ്ഞുകൊണ്ട് എന്തോ ആത്മസംതൃപ്തി അടഞ്ഞിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോയി. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർഷേനെയാണ് കേട്ടോ. വർഷയാണെങ്കിൽ നിറച്ച് സ്വർണ്ണമൊക്കെ ഇങ്ങനെ അണിഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ വർഷയുടെ അമ്മ ഫുള്ള് സ്വർണ്ണം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിനു മുമ്പായിട്ട് തന്നെ നമ്മുടെ രേവതിനെ ഒരുക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മുടെ വർഷ വിളിക്കുകയാണ്, രേവതി ചേച്ചി, ചേച്ചി എന്നെ ഒരുക്കണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പെട്ടെന്ന് വർഷയുടെ അമ്മ വന്നിട്ട്, മഹിമ വന്നിട്ട്, അയ്യോ രേവതി, നീ ഒരുക്കൊന്നും വേണ്ട, നീ അവിടെ പോയി ഇരുന്നോ, എടി നിന്റെ കൂട്ടുകാരികൾ നിന്നെ ഒരുക്കിക്കോളും എന്ന് പറഞ്ഞ് മാറ്റി വിടുകയാണ്. രേവതിനെ ആ റൂമിൽ പോലും കയറ്റാതെ അങ്ങ് മാറ്റി വിടുകയാണ്. അപ്പം ഇവരുടെ മനസ്സിൽ എന്തൊക്കെയോ കുറേ പ്ലാനുകളുണ്ട് കേട്ടോ. മഹിമയുടെ മനസ്സിൽ കുറേ പ്ലാനുകളുണ്ട്. അവിടെ രേവതിനെയും സച്ചിനെയും നാണം കെടുത്തണം. അതുപോലെ ഇവരുടെ കുടുംബം ഒരു വൃത്തികെട്ട കുടുംബമാണെന്ന് എല്ലാവരും അറിയണം. നമ്മുടെ വർഷയും അതറിയണം. വർഷയും അതറിയുമ്പോഴത്തേക്കും വർഷയ്ക്ക് ഇവരോട് ദേഷ്യം തോന്നും. അപ്പം ആ ഒരു പ്ലാനിങ് ഒക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിനെ കൂടുതൽ അടുപ്പിക്കാതെ മാറ്റി നിർത്തുകയാണ്. എന്നിട്ടാണ് കേട്ടോ ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിയുന്ന സീനൊക്കെ പിന്നെ കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ വർഷയുടെ കൂട്ടുകാരൊക്കെ കൂടി സ്വർണ്ണാഭരണങ്ങളൊക്കെ അണിച്ചു കൊടുത്തപ്പോഴത്തേക്കും വർഷ പറഞ്ഞു, ഇത് എന്തിനാ ഇതിന് മാത്രം സ്വർണ്ണം, എനിക്ക് ഇത്ര ഒന്നും വേണ്ടായിരുന്നു, ഒരു ജോക്കറും ഒരു മാലയും അത് മാത്രം മതിയായിരുന്നു പറഞ്ഞപ്പം നിന്റെ അമ്മ സമ്മതിക്കണ്ടേ? നിന്റെ അമ്മയ്ക്ക് നിന്നെ പൊന്നുകൊണ്ട് മൂടണം എന്ന് ആഗ്രഹം. ദേ അപ്പുറത്ത് വേറൊരു താലിമാറ്റ ചടങ്ങ് കൂടെ നടക്കുന്നുണ്ടല്ലോ, നിന്റെ ചേട്ടൻ്റെയും ഭാര്യയുടെയും. അവരെക്കാളും ഒരു പടിയല്ല, ഏറ്റവും മോൾ തട്ടിൽ നീ നിൽക്കണമെന്നാണ് നിന്റെ അമ്മ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും സ്വർണം. എടി ഭാഗ്യം വേണോടി ഇത്രയും സ്വർണ്ണമൊക്കെ ഇടാനായിട്ട്. പിന്നെ ഭയങ്കര ഭാഗ്യം, എനിക്കിതൊക്കെ ഒരു ഇറിറ്റേഷനായിട്ടാണ് തോന്നുന്നത്, എനിക്ക് കണ്ടിട്ട് എന്തോ പോലെ തോന്നുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വർഷ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. വർഷയ്ക്ക് ഒന്നും അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ മീര പറയുന്നുണ്ട്, അവളെ ഒന്ന് കാണേണ്ടതാ, നിന്റെ അനിയൻ്റെ ഭാര്യയാണ്, കഴുത്തു നിറയെ സ്വർണ്ണമായിട്ടേക്കുന്നത്. എന്താ അതെന്തോ എത്ര കിലോ കാണുമെന്നറിയാമോ? എൻ്റെ ഈശ്വര, ഇനിയിപ്പോൾ എന്തായി തീരുമോ? ഇതിൻ്റെ പേരിലായിരിക്കും ഇനിയിപ്പം എൻ്റെ അമ്മായിയമ്മയുടെ അടുത്ത ചാട്ടം എന്ന് പറഞ്ഞ് പേടിച്ച് വിറച്ച് നമ്മുടെ ശ്രുതി നിൽക്കുകയാണ് കേട്ടോ. ഏതായാലും ശ്രുതിക്കും കുറേ പ്ലാനുകളൊക്കെ ഉണ്ട്. അതും രേവതിനെയും സച്ചിനെയും കൊണ്ട് തന്നെയാണ് ആ പ്ലാനുകളും. ഏതായാലും എല്ലാവരും കൂടെ നമ്മുടെ രേവതിനെയും സച്ചിനെയും എന്ത് ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നെക്സ്റ്റ് വിശേഷം ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒറിജിനൽ വിശേഷം നമ്മൾ നാളെ രാവിലെ ഇടുന്നതായിരിക്കും. ഇത് ഒറിജിനൽ വിശേഷം തന്നെയാണ്, വിത്ത് ഡയലോഗ് സഹിതം നമ്മൾ നാളെ രാവിലെ ഇടുന്നതായിരിക്കും കേട്ടോ. പിന്നെ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും പ്രമോ വിശേഷം നമ്മൾ എന്നും വൈകിട്ട് ഇടുന്നുണ്ട്. എന്നും വൈകിട്ട് ഒരു 9:30 കൂടി നമ്മൾ ഇടുന്നുണ്ട്. അപ്പോൾ അത് ഇന്നും 9:30 നാളത്തെ നയനയുടെയും ആദർശിൻ്റെയും ഫുൾ വിശേഷമല്ല, പ്രമോ വിശേഷവും അതുപോലെ ഫുൾ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കയറി കാണാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും ഒന്ന് കയറി നോക്കിക്കോളൂ കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ കോമതിയുടെയും ബാലൻ്റെയും കഥ നമ്മൾ ഇടുന്നുണ്ട്. അത് നമ്മൾ ഇടുന്നത് റിയൽ സ്റ്റോറിയിലാണ്. റിയൽ സ്റ്റോറി ഒന്ന് നിങ്ങളൊന്ന് അടിച്ചു കൊടുത്ത് നോക്കിയാൽ മതി. പിന്നെ നയനയുടെയും ആദർശിൻ്റെയും അപ്കമിങ് വിശേഷവും നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അപ്പം എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ലൈക്കും കൂടി അടിച്ചിട്ടേ പോകാവുള്ളൂ കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, വേറൊന്നുമല്ല, നമ്മളൊരു ചെറിയൊരു ബിസിനസ് തുടങ്ങാൻ ഒരു ചെറിയൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ. അപ്പം ചെറിയ പ്ലാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വർഷമായിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്, ഒരു ചെറിയ ബിസിനസ് ഇതിൻ്റെ കൂടെ തന്നെ അങ്ങ് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ. അപ്പം എനിക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിപ്പം ഒരുപാട് പേരും കുറേ എനിക്കുള്ളതിൽ ഒരു 3/4 ഭാഗം ആൾക്കാരും ലേഡീസ് തന്നെയാണ്. അപ്പം ഞാൻ ഇപ്പോഴത്തെ മോഡൽ പുതിയ പുതിയ കുർത്തീസും അതുപോലെ സാരിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഷോർട്ട് വീഡിയോസിലൊക്കെ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറും കൊടുത്തേക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എവിടെ ഇരുന്ന് ഓർഡർ ചെയ്താലും നമ്മൾ അത് അയച്ചു തരുന്നതായിരിക്കും. അപ്പം എല്ലാവരും നമ്മുടെ ഈ ബിസിനസ്സിൻ്റെ കൂടെ സഹകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല നല്ല പ്രോഡക്റ്റൊക്കെയാണ് ഇടുന്നത്, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് അതും ന്യായമായ വിലയിൽ തന്നെയാണ് നമ്മൾ ഇടുന്നത്. അതും ഇപ്പം നല്ല മെറ്റീരിയൽസ് തന്നെയാണ് കേട്ടോ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം നല്ല മെറ്റീരിയൽസ് ആകുമ്പോൾ അതിന് ഏകദേശം വില കാണുമായിരിക്കാം. എന്നാലും ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒത്തിരി ലോയും അല്ല ഒത്തിരി ഹൈയും അല്ലാത്ത രീതിയിൽ നമ്മുടെ പോലെ സാധാരണക്കാർക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതും പാർട്ടി വെയറും ഒക്കെ ആയിട്ട് നമ്മൾ പുതിയൊരു ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ആഴ്ചയോട് കൂടി നമ്മൾ അതിൻ്റെ ലോഞ്ച് കാണുകയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ആഴ്ചയോട് കൂടി തന്നെ നമ്മൾ തുടങ്ങണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഏതായാലും നമ്മൾ ഈ ആഴ്ചയെല്ലാം സെറ്റ് ആക്കുന്നുണ്ട്. കറക്റ്റ് ഒരു ഡേറ്റ് ഞാൻ നിങ്ങളെ അറിയിക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മളെ ഈ ഒരു ചെറിയ ബിസിനസ്, നമുക്ക് എന്നും ഈ യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. കാരണം ഈ യൂട്യൂബൊക്കെ ബാൻ ചെയ്യുമ്പം നമുക്ക് പിന്നെ വേറെ വരുമാനങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്നും ഇത് കാണുമെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. കാരണം ഈ യൂട്യൂബ് നമുക്ക് എന്ന് നിൽക്കുന്നോ അന്ന് നമ്മുടെ വരുമാനവും നിലയ്ക്കും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇപ്പോഴേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഒരു ബിസിനസ്സിലേക്ക് പോകാമെന്ന്. ഇപ്പം ഞാൻ കടയായിട്ടൊന്നും എടുക്കുന്നില്ല. ഇപ്പം പതുക്കെ കുറച്ച് നാളത്തേന് ഇങ്ങനെ ഓൺലൈനായിട്ട് നമുക്ക് നോക്കിയിട്ട് പിന്നെ നമുക്ക് ഇവിടെ തന്നെ കട്ടപ്പനയിൽ തന്നെ ഒരു കടയും ഇടാന്നൊക്കെയാണ് ഓർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും ഒക്കെ വേണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് അഭിപ്രായമൊക്കെ പറയണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് അടിച്ചിട്ടേ പോകാമുള്ളേ.